ഞാനിപ്പോൾ ഉള്ളത് US-ലോ UK-ലോ കാനഡയിലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, സ്വാഭാവികം മാത്രം. എന്നാൽ ഇത് അവിടെ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള ഒരു കോളേജിൽ ഫോറിൻ ടെക്നോളജിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം പണിതെടുത്ത ഒരു ലൈബ്രറിയാണ് ഈ കാണുന്നത്. ഇതുപോലെ തള്ളി തുറന്നു പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, സംഭവം ഓട്ടോമാറ്റിക്കാണ്. വിദ്യാർത്ഥികൾക്ക് വായിക്കാനായി 100 കണക്കിലധികം പുസ്തകങ്ങളാണ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. വിവിധ തരം പുസ്തകങ്ങളുടെ ഒരു കലവർ തന്നെ ഈ കോളേജിൽ ഒരു ബുക്ക് ടവർ പോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊരു കൊച്ചു പേരുമുണ്ട്, ലൈറ്റ് ഹൗസ്. എന്തിനേറെ പറയുന്നു, ഒരു ഡിജിറ്റൽ ലൈബ്രറി സെക്ഷൻ വരെയുണ്ട് നമ്മുടെ ഈ കോളേജിൽ. More than 72,000 of books, which includes stories, poetry, novel, drama, fiction, journals, newspapers, study materials and guides for different department students, PhD scholars എന്നിങ്ങനെ പരന്നു കിടക്കുകയാണ് നമ്മുടെ ഈ ലൈബ്രറി. നളന്ദ, അലക്സാൻഡ്രിയ തുടങ്ങി ഓരോ ഫ്ലോർ സെക്ഷനും ഓരോ പേരുകളാണ് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഥകൾ എഴുതുവാനും ഇരുന്നോ കിടന്നോ ചാരിയോ വായിക്കുവാനും പഠിക്കുവാനുമുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. പറഞ്ഞാലും തീരാത്തവണ്ണം നിറഞ്ഞു കിടക്കുന്ന ഒരു ലൈബ്രറി, അതും നമ്മുടെ കേരളത്തിൽ. അഭിമാനമല്ലേ? ഇങ്ങനെ വീഡിയോസിലൂടെ എല്ലാം ശ്രദ്ധേയമായ യുനെസ്കോ ലിസ്റ്റിലടക്കം ഇടം നേടാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ലൈബ്രറി എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇത് നമ്മുടെ സെൻറ് ജോസഫ്സ് കോളേജ് ദേവഗിരിയുടെ ലൈബ്രറിയാണ് കേട്ടോ. അതെ, ദേവഗിരി കോളേജ്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ ഇന്ത്യ ആൻഡ് ദാറ്റ് ടു ഇൻ കേരള. അങ്ങനെ ചുമ്മാതൊന്നും ഇവിടെ കയറാൻ പറ്റില്ല കേട്ടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ +2 നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങാം. അപ്പോൾ ഇനി 2 മാസം കൊണ്ട് എക്സാം ഒക്കെ വരുമല്ലേ. അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ഡ്രീം കോളേജിൽ ഒരു ഗോളായിട്ട് ഇതങ്ങ് സെറ്റാക്കുമല്ലേ? വേഗം പോയിട്ട് സമയം കളയാതൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ കോളേജിൽ വെച്ച് കാണാം. ഇത്ര ഗെറ്റപ്പും സെറ്റപ്പും ഉള്ള ലൈബ്രറി ഉള്ള ഒരു കോളേജ്, അതിലുപരി ക്വാളിഫൈഡ് ടീച്ചേഴ്സും ഉള്ള ഈ കോളേജിൽ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ +2 സൂപ്പറായിട്ട് പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.